ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗീക്നോ മലയാളം ടെക് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ സംസാരിക്കാൻ പോകുന്ന 5G കുറിച്ചിട്ടാണ്. അങ്ങനെ 5G ഇന്ത്യയിൽ എത്താൻ പോവുകയാണ് ഒക്ടോബർ 24 അതായത് ഈ ദീപാവലി നാളിൽ ആദ്യമായിട്ട് ഇന്ത്യയിൽ 5G സർവീസ് ആരംഭിക്കും എന്ന് ജിയോ അറിയിച്ചിരിക്കുകയാണ്. ജിയോയുടെ വാർഷിക സമ്മിറ്റിലാണ് മുകേഷ് അംബാനി ഇക്കാര്യം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതായത് മേജർ പ്രധാനപ്പെട്ട സിറ്റീസിൽ, അതായത് കൊൽക്കത്ത, ഡൽഹി, ബോംബെ ആൻഡ് ചെന്നൈ, ഈ പ്രധാനപ്പെട്ട 4-5 സിറ്റികളിൽ മാത്രമാണ് ഇപ്പോൾ 5G സർവീസ് ദീപാവലി, അതായത് ഈ വർഷം ദീപാവലി 2022 ഒക്ടോബർ 24 ദീപാവലി വരുന്നത്. ആ ദീപാവലിക്കുള്ളിൽ ഇന്ത്യയിലെ ഈ പ്രധാനപ്പെട്ട 5 സിറ്റികളിൽ 5G സർവീസ് അവർ ആരംഭിക്കും എന്ന് അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ മൊത്തത്തിൽ അവർ 5G സർവീസ് ആരംഭിക്കുക, അതായത് ഇന്ത്യയിലെ എല്ലാ ഗ്രാമത്തിലും എല്ലാ താലൂക്കുകളിലും 5G സർവീസ് ജിയോയുടേതായിട്ട് വരും 2023 ഡിസംബർ പൂർത്തിയാവുന്നതിന് മുന്നേ, അതായത് അടുത്ത വർഷം അവസാനത്തോടുകൂടി മാത്രമേ ഇന്ത്യയിലെ എല്ലാ നഗരങ്ങളിലും എല്ലാ ഗ്രാമങ്ങളിലും ജിയോയുടെ 5G സർവീസ് ലഭ്യമാവുകയുള്ളൂ. പിന്നെ ജിയോയുടെ 5G സർവീസിനെ കുറിച്ചിട്ട് പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി മുകേഷ് അംബാനി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ജിയോ 5G സർവീസ് ഇന്ത്യയിൽ ലഭ്യമാക്കുക സ്റ്റാൻഡ് അലോൺ 5G സർവീസ് ആയിട്ടായിരിക്കും എന്ന് മുകേഷ് അംബാനി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്റ്റാൻഡ് അലോൺ 5G സർവീസ് എന്താ, നോൺ സ്റ്റാൻഡ് അലോൺ 5G സർവീസ് എന്താ എന്ന് നിങ്ങൾക്ക് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. അതായത് സ്റ്റാൻഡ് അലോൺ 5G നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ ഉള്ള 4G നെറ്റ്വർക്കുമായിട്ട് യാതൊരു ബന്ധവുമില്ലായിട്ട് 5Gക്ക് മാത്രമായിട്ട് ഒരു പ്രത്യേക ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്തിട്ട് അതിലൂടെ നമുക്ക് 5G സർവീസ് തരുന്നതാണ് സ്റ്റാൻഡ് അലോൺ 5G സർവീസ്. സ്റ്റാൻഡ് അലോൺ 5G നെറ്റ്വർക്ക് എന്ന് പറയുന്നത് എസ് എ ടെക്നോളജി എന്ന് പറയുന്നത്. നോൺ സ്റ്റാൻഡ് അലോൺ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഉള്ള 4G ഇൻഫ്രാസ്ട്രക്ചർ ഉപയോഗിച്ച് വെച്ച് തന്നെ നമുക്ക് 5G സർവീസ് നൽകാനുള്ള ടെക്നോളജിയാണ് നോൺ സ്റ്റാൻഡ് അലോൺ. NSA ടെക്നോളജി എന്ന് പറയുന്നത് NSA ബാൻഡ്സ് എന്ന് പറയുന്നത്, അതായത് നമുക്കിപ്പോൾ ഉള്ള ടവറും കാര്യങ്ങളും ഇപ്പോൾ ഉള്ള ബാൻഡ് വിഡ്ത്തും കാര്യങ്ങളും ഇപ്പോൾ ഉള്ള സെറ്റപ്പ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് 5G സർവീസ് നമുക്ക് ലഭ്യമാക്കാൻ സാധിക്കും. ഏതാണ് ബെറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്റ്റാൻഡ് അലോൺ ആണോ നോൺ സ്റ്റാൻഡ് അലോൺ ആണോ ബെറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബെറ്റർ എപ്പോഴും സ്റ്റാൻഡ് അലോൺ തന്നെയാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ ഫാസ്റ്റ് നെറ്റ്വർക്കും ഫാസ്റ്റ് സ്പീഡും കാര്യങ്ങളും ഒക്കെ കിട്ടുക നമുക്ക് സ്റ്റാൻഡ് അലോൺ നെറ്റ്വർക്ക് ഉപയോഗിച്ചിട്ടാണ്. പക്ഷേങ്കിൽ അതിന് സർവീസ് പ്രൊവൈഡർമാർ കൂടുതൽ എമൗണ്ട്സ് കാര്യങ്ങളും ഒക്കെ അവർ ചിലവാക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് അതിനുള്ള 5G സർവീസിനുള്ള ചാർജസും കൂടുതലായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഒരു കൺസ്യൂമറിനെ അപേക്ഷിച്ചിട്ട് അല്ലെങ്കിൽ ഒരു കസ്റ്റമറിനെ അപേക്ഷിച്ചിട്ട് നമുക്കിപ്പം 4G തന്നെ നമുക്ക് അത്യാവശ്യം സ്പീഡ് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് 5G കൂടി വരുമ്പോൾ ഇപ്പോൾ ഉള്ള ഇൻഫ്രാസ്ട്രക്ചർ തന്നെ 5G വരുമ്പോൾ നമുക്ക് ഒരു അധികം മിനിമം എമൗണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല സ്പീഡിൽ 5G സർവീസ്, അത്യാവശ്യം നല്ല സ്പീഡിൽ 5G സർവീസ് നമുക്ക് ലഭിക്കും. അപ്പോൾ നമുക്ക് സ്റ്റാൻഡ് അലോൺ ഇല്ലെങ്കിലും നോൺ സ്റ്റാൻഡ് അലോൺ തന്നെ നമുക്ക് ഒരു മിനിമം എമൗണ്ട് ഓഫ് ഇൻക്രീസിൽ നമുക്ക് 5G സർവീസ് നമുക്ക് ലഭിക്കും. SA ടെക്നോളജി ഉപയോഗിച്ചുള്ള 5G സർവീസ് ആകുമ്പോൾ നമ്മൾ നല്ല എമൗണ്ട് തന്നെ നമ്മൾ 5G സർവീസ് യൂസ് ചെയ്യാൻ കൊടുക്കേണ്ടി വരും എന്നാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു പ്രാഥമിക നിഗമനം. കാരണം SA ടെക്നോളജി ഉപയോഗിച്ചിട്ട് നമുക്ക് അവർ നെറ്റ്വർക്ക് ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അവർ ആ SA ടെക്നോളജിക്ക് വേണ്ടിയിട്ട് പ്രത്യേകം ഒരു ഇൻഫ്രാസ്ട്രക്ചർ അവർ ബിൽഡ് ചെയ്യണം, ഓരോ സർവീസ് പ്രൊവൈഡർമാരെ ബിൽഡ് ചെയ്യണം. അങ്ങനെ ബിൽഡ് ചെയ്തിട്ട് 2023 എൻഡോടുകൂടി ഇന്ത്യയിലെ എല്ലാ ഗ്രാമങ്ങളിലും അടക്കം ഇന്ത്യ മൊത്തത്തിൽ 5G സർവീസ് കൊണ്ടുവരും എന്നാണ് മുകേഷ് അംബാനി ഇപ്പോൾ ജിയോ സമ്മിറ്റിൽ പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ പടിയായിട്ട് ഇന്ത്യയിലെ 5 പ്രധാന നഗരങ്ങളിൽ കൊൽക്കത്ത, ചെന്നൈ, ബോംബെ, ഡൽഹി, ഇങ്ങനെ ആദ്യത്തെ പ്രധാന 4 നഗരങ്ങളിലെ 5G സർവീസ് ഈ കൊല്ലം ദീപാവലി ഒക്ടോബർ 24 5G സർവീസ് കൊണ്ടുവരും എന്നാണ് ഇപ്പോൾ മുകേഷ് അംബാനി അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ എയർടെലിൻ്റെ എല്ലാം 5G സർവീസ് NSA ടെക്നോളജി ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഇപ്പോൾ നമ്മളെ ഒരു കൺസ്യൂമറിനെ അപേക്ഷിച്ചിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ അത്തരത്തിൽ എയർടെലിനൊക്കെ ഇപ്പോൾ കസ്റ്റമേഴ്സ്, എയർടെൽ ആയിക്കോട്ടെ ജിയോ ആയിക്കോട്ടെ ഏതായാലായിക്കോട്ടെ, കസ്റ്റമേഴ്സ് അതായത് കൺസ്യൂമേഴ്സ് അവരെ വിട്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഘട്ടത്തിൽ അവർ കൂടുതൽ NSA ടെക്നോളജി ഉപയോഗിക്കാതെ SA ടെക്നോളജിയിലൂടെ 5G സർവീസൊക്കെ തരാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹ്യൂജ് എമൗണ്ട് അവർ ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് അത് നമ്മളെ കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ തന്നെ അവർ തിരിച്ചു പിടിക്കാനാണ് നോക്കുക. അപ്പോൾ 5G സർവീസിന് അവർ കൂടുതൽ എമൗണ്ട് ഈടാക്കാൻ ശ്രമിക്കും. അപ്പോൾ നമ്മളെ അതിൽ നിന്ന് പിന്നോട്ടടിക്കും, നമുക്ക് ആ സർവീസ് ലഭ്യമാകാത്തൊരവസ്ഥയൊക്കെ വരും. അതുകൊണ്ട് ജിയോ ചെയ്യുന്ന ആ ഒരു മെത്തേഡിലേക്ക് എയർടെലോ അല്ലെ ജിയോ ഒന്നും പോകുമെന്ന് എനിക്കിപ്പോൾ തോന്നുന്നില്ല. അവർ പോയാൽ തന്നെ അത് നമ്മളെ പോലത്തെ ഈ
സാധാരണക്കാരിലേക്ക് ആ ഈ ഒരു നെറ്റ്വർക്ക് കൊണ്ടുവരാതെ അത് വലിയ ബിസിനസ് ടെക്നോളജിയിലേക്ക് വലിയ മൾട്ടിനാഷണൽ കമ്പനികൾക്ക് വേണ്ടിയിട്ട് ആ എസ് ഐ ടെക്നോളജി ഉപയോഗിക്കും എന്നാണ് എനിക്കിപ്പോൾ പ്രാഥമികമായിട്ട് ഒരു തോന്നുന്നത്. കാരണം ആ ഇൻഫ്രാസ്ട്രക്ചർ പ്രത്യേകമായിട്ട് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ എസ് ഐ ടെക്നോളജി വഴി സ്റ്റാൻഡ് അലോൺ ടെക്നോളജി വഴി 5G സർവീസ് നൽകാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോഴുള്ള സർവീസ് അതായത് 4G ഇൻഫ്രാസ്ട്രക്ചർ വെച്ചിട്ട് തന്നെ നമുക്ക് 5G സർവീസ് ചെയ്യാൻ പറ്റുന്നതാണ്, നോൺ സ്റ്റാൻഡ് അലോൺ. അത് വെച്ചിട്ടായിരിക്കും പ്രാഥമിക ഘട്ടത്തിൽ എല്ലാ കമ്പനികളും, ജിയോ അടക്കം, ഇപ്പോൾ എൻ്റെ ഒരു നിഗമനത്തിൽ ജിയോ അടക്കം അങ്ങനെയായിരിക്കും 5G സർവീസ് ഇന്ത്യയിൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുക എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ഒക്ടോബർ 24 ദീപാവലിക്കുള്ളിൽ 5G സർവീസ് ഇന്ത്യയിൽ ജിയോയുടേതായിട്ട് വരും എന്ന് കൺഫേം ആയിട്ടുണ്ട്. അതിനുള്ളിൽ തന്നെ എയർടെലോ വിയോ തുടങ്ങുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് ഒരു കൺഫർമേഷൻ വന്നില്ല. ജിയോ ആണ് ഇപ്പോൾ അത് പരസ്യമായി പ്രഖ്യാപിച്ചത്. ഈ വർഷം തന്നെ ഇന്ത്യയുടെ 4 പ്രധാനപ്പെട്ട നഗരങ്ങളിൽ അവർ 5G സർവീസ്, 4-5 പ്രധാനപ്പെട്ട നഗരങ്ങളിൽ അവർ 5G സർവീസ് ആരംഭിക്കും എന്ന് ഇപ്പോൾ അവർ അറിയിച്ചിട്ടുണ്ട്.